ഇവിടെ സുപ്രീം കോടതിക്കെതിരെ നേരിട്ട് വിമർശനം ഉന്നയിക്കുകയാണ്. അപ്പോൾ ഉണ്ണി സാർ അതിലെ കുറേ ഫാക്ടേഴ്സ് ഒക്കെ ചൂണ്ടിക്കാട്ടി. ഇതിൽ സുപ്രീം കോടതിക്കെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം എടുത്ത് കാട്ടിയിരിക്കുന്ന പോയിന്റിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട്, അതായത് ലീഗൽ അഡ്വൈസ് തേടിയതിന് ശേഷമാണ് അദ്ദേഹം ഈ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതായത് ഹിന്ദുസ്ഥാൻ ടൈംസിന് കൊടുത്തിരിക്കുന്ന അഭിമുഖം എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ഈ തമിഴ്നാട് ഗവർണർക്കെതിരായ വിധി വന്നതിന് ഒരു ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ അഭിമുഖം. അപ്പോൾ കൃത്യമായി വിവരങ്ങൾ, ഇതിൻ്റെ സാധ്യതകൾ അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു അഭിമുഖമാണ്. അല്ലാത്ത പക്ഷം അദ്ദേഹം ഇങ്ങനെ നാഷണലി വായിക്കപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു അഭിമുഖം, കേരളത്തിലല്ല അദ്ദേഹം അഭിമുഖം കൊടുക്കുന്നത്, ഹിന്ദുസ്ഥാൻ ടൈംസിനാണ്. അപ്പോൾ ആ അഭിമുഖം കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ വ്യക്തമാണല്ലോ, എല്ലാവരിലേക്കും ഇത് എത്തണം. ഇത് ആർ.എൻ. രവി പറയുന്നതിനേക്കാൾ കേരളത്തിലും ഈ സമാനമായ സാഹചര്യമാണ്, അല്ലെങ്കിൽ ആർ.എൻ. രവിക്ക് മാത്രമായിട്ടുള്ള ഒരു ഓർഡർ അല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ നേരിടുന്ന ഈ കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് എന്ന രീതിയിൽ അത് വിലയിരുത്തപ്പെട്ടു. ആ വിധി വന്ന് തൊട്ടടുത്ത ദിവസം, ഇപ്പോൾ നമ്മൾ 3-ാമത്തെ 4-ാമത്തെ ദിവസമാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂ ഇന്ന് വരുന്നത് അത് യാദൃശ്ചികമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവ് തന്നെയാണ്. ഒരു പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നീക്കം അത് ഗവർണറിലൂടെ ഒരു അഭിമുഖത്തിന്റെ രൂപത്തിൽ പുറത്തേക്ക് വരുന്നു എന്ന് വേണം വിലയിരുത്താൻ.